ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നടന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ സ്റ്റേജ് 1 and 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസാണ് നമ്മൾ ഈ വീഡിയോയിൽ നടത്താൻ പോകുന്നത്. ബന്ധപ്പെട്ട ഫാക്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം: പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ ഹോഴ്സ് പവർ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? 546, 746, 946, 476. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പവർ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണ്, ആ വർക്ക് എത്ര സമയം എടുത്താണ് ചെയ്യുന്നത്, ആ ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. സമവാക്യം, അതായത് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ റേറ്റ് ഓഫ് വർക്ക് ഡൺ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് എത്ര ജോലി ചെയ്തു എന്നതിൻ്റെ നിരക്കാണ് പവർ എന്ന് പറയുന്നത്. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. അതായത് നമ്മൾ യൂണിറ്റ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ എന്ന് പറയത്തില്ലേ, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്നിങ്ങനെ യൂണിറ്റുകളായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പവറിനെ അളക്കുന്ന യൂണിറ്റ് നമ്മൾ വാട്ട് എന്നാണ്. പവറിൻ്റെ SI യൂണിറ്റ്, പവറിനെ അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. അതായത് നമ്മൾ എത്ര പവർ ഉണ്ടെന്നൊക്കെ പറയുന്നത് വാട്ടിലാണ്. 1 വാട്ട് 2 വാട്ട് അങ്ങനെയാണ് പറയുന്നത്. പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള ജെയിംസ് വാട്ടിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ പേര് നൽകിയത്. ജെയിംസ് വാട്ടാണ് സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജൂളല്ലേ. അപ്പോൾ ടൈമിൻ്റെ യൂണിറ്റ് നമ്മൾ സെക്കൻഡ്സിലാണ് പറയുന്നതെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്നും എന്തിൻ്റെ പവറിൻ്റെ യൂണിറ്റും പറയും. ഈ 1 ജൂൾ പെർ സെക്കൻഡ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, വാട്ട് എന്ന് പറയുന്നത്. വൈദ്യുതോർജ്ജത്തിൻ്റെ വാണിജ്യ യൂണിറ്റ് കിലോ വാട്ട് അവറാണ്. അതായത് കൊമേഴ്ഷ്യലി നമ്മൾ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് കിലോ വാട്ട് അവറിലാണ് മെഷർ ചെയ്യുന്നത്. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂൾസ് ആണ്. ഓക്കെ, 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് ഇത്രയും ജൂളാണ്. ഓർത്ത് വയ്ക്കണം, ഇത് ചോദിക്കാം. ഹോഴ്സ് പവർ അല്ലെങ്കിൽ കുതിരശക്തി, നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രതിപാദിച്ചിട്ടുള്ള ഹോഴ്സ് പവർ എന്ന് പറയുന്നത് മോട്ടോറുകളുടെയും വാഹനങ്ങളുടെയും എൻജിനുകൾ എന്നിവയുടെ പവർ അളക്കാൻ വേണ്ടി പറയുന്നൊരു പ്രായോഗിക യൂണിറ്റാണ്, ഒരു പ്രാക്ടിക്കൽ യൂണിറ്റാണ്. 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. ഈ ഭാഗത്ത് നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പവർ ഒരു അതിശ അളവാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് എന്ത് അതിശ അളവ്, ദിശ വേണ്ടാത്ത അളവ് അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. ഇതിന് വേറൊരെണ്ണം ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റി. അതായത് ഡയറക്ഷനും കൂടി പറയണ്ടേ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തോട്ടൊരു ഫോഴ്സ് അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡയറക്ഷൻ പറയണം അല്ലേ, ഏത് ഡയറക്ഷനിലാണ് എത്ര ഫോഴ്സാണ് കൊടുത്തതെന്ന് പറയണം. അത് വെക്റ്റർ ക്വാണ്ടിറ്റി. ഇത് പറയുന്നത് പവർ എന്ന് പറയുന്നത് ഒരു അതിശ അളവാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഒരു വസ്തുവിന് പവർ കൂടുതലാണെങ്കിൽ അത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. നമ്മളിപ്പോൾ പറഞ്ഞു കിലോ വാട്ടിലാണ് കൊമേഴ്ഷ്യലി ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നതെന്ന് നമ്മൾ പറയുകയും ചെയ്തു. അപ്പം ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, ഒരു വസ്തുവിന് പവർ കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യും എന്നാണ് അതിനർത്ഥം. രണ്ടാമത്തെ ചോദ്യം: ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ബേരിയം, റേഡിയം, ബെറിലിയം, കാൽഷ്യം. ഓക്കെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ ഏറ്റവും മാസ് കൂടുതലുള്ളത് ആർക്കാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആയിട്ടുള്ള റേഡിയമാണ്. നമുക്ക് വിശദമായി നോക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് 2 ആയിട്ട് കാണപ്പെടുന്ന മൂലകങ്ങളാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ആരൊക്കെ ഉണ്ട് അതിനകത്ത്? ബെർലിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, സ്ട്രോൺഷ്യം ഉണ്ട്, ബേരിയം ഉണ്ട്, റേഡിയം ഉണ്ട്. ആവർത്തന പട്ടികയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റോമിക് നമ്പരും അറ്റോമിക് മാസും വർദ്ധിക്കുന്നു. ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ എന്ത് പറ്റും? അറ്റോമിക് നമ്പർ കൂടുന്നു. അറിയാം, ഇവിടെ 4 ആയിരുന്നു, ഇവിടെ 12 ആയിരുന്നു. എന്തായാലും കൂടിയ മൂലകങ്ങളായിരിക്കുമല്ലോ താഴോട്ട് വരുമ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ
അറ്റോമിക് മാസ്, ആറ്റത്തിൻ്റെ മാസും താഴേക്ക് വരുംതോറും എന്ത് ചെയ്യുന്നുണ്ട്? അറ്റോമിക് മാസും കൂടുന്നുണ്ട് പീരിയോഡിക് ടേബിളിൽ താഴോട്ട് വരുന്ന സമയത്ത്. സോ ഗ്രൂപ്പ് 2 മൂലകങ്ങളിൽ ഏറ്റവും താഴെയുള്ള റേഡിയത്തിനാണ് ഏറ്റവും കൂടുതൽ അറ്റോമിക് മാസ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് മാസ് കൂടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഏറ്റവും താഴെ കിടക്കുന്ന റേഡിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ മാസ് ഉണ്ടാവുക. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പായിട്ടുള്ള എലമെൻസിൽ ഏറ്റവും കൂടുതൽ അറ്റോമിക് മാസ് ഉള്ളത് റേഡിയത്തിനാണ്. അപ്പം നമുക്ക് വിശദമായി നോക്കാം ആരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആവർത്തന പട്ടികയിൽ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം എന്നിവയാണുള്ളത്. ബെർലിയമാണ് ഇതിലെ ഏറ്റവും കുറഞ്ഞ അറ്റോമിക് മാസ് ഉള്ളത്. ബെർലിയമാണ് ഏറ്റവും കുറഞ്ഞ അറ്റോമിക് മാസ് ഉള്ളത്. ഏറ്റവും കൂടിയ അറ്റോമിക് മാസ് ഉള്ളത് റേഡിയമാണ്. അതുപോലെ തന്നെ ഇവയുടെ ഓക്സൈഡ്, അപ്പം നമുക്കറിയാം ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണല്ലോ ഇവരെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ആ ഒരു പേര് കിട്ടിയത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ടും എർത്തിൽ കാണപ്പെടും, ഭൂവൽക്കത്തിൽ, എർത്തിൻ്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്നുണ്ട്. ഏത് രൂപത്തിൽ? ഓക്സൈഡുകളുടെ രൂപത്തിൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നതിനാലും ഇത് വാട്ടറുമായിട്ട് ലയിക്കുന്ന സമയത്ത് ആൽക്കലൈൻ സ്വഭാവമുള്ള ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ബേസിക് നേച്ചറുള്ള സൊല്യൂഷൻസ് തരുന്നതിനാലുമാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് pH വാല്യൂ 7 മുകളിലോട്ടുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കലൈൻ സ്വഭാവമുള്ള ലായനികൾ, അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവം, അല്ലെങ്കിൽ ബേസിക് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലായനികൾ തരികയും ഭൂവൽക്കത്തിൽ കൂടുതൽ ഓക്സൈഡുകളായി കാണുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന പേര് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രൂപ്പ് 2-ലാണ് ഇവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്ര എലമെൻറ്റ്സിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഇവർ ഗ്രൂപ്പ് 2-ൽ വന്നത്. ഇനിയും ഇവരുടെ വാലൻസി, സ്വാഭാവികമായിട്ടും ഇവർക്ക് 2 ഇലക്ട്രോണുകളാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അപ്പോൾ ഇവരൊരു റിയാക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഒക്ടറ്റ് ഫോം ചെയ്താൽ മാത്രമാണ് ഒരു ബോണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് എളുപ്പമെന്ന് പറഞ്ഞാൽ ഇവർ ആ 2 ഇലക്ട്രോണുകളെ എന്ത് ചെയ്യും? കൊടുക്കുകയാണ് ചെയ്യുന്നത്. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് +2 ഓക്സീകരണാവസ്ഥ. അപ്പോൾ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. കാരണം എന്താ? ഇവർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് 2 പോസിറ്റീവ് ചാർജ് അപ്പോൾ ഒരു കൂടുതലായിരിക്കും. ആ രീതിയിലായിരിക്കും ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു റിയാക്ഷനിലേക്ക് വരുമ്പോൾ വാലൻസി 2 ആയിരിക്കും. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം. ഇപ്പം നമ്മൾ പറഞ്ഞ അതേ കാര്യം കുറച്ചുകൂടെ വ്യക്തമാകുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി മറ്റു മൂലകങ്ങൾ ഈ ഗ്രൂപ്പ് 2-ൽ തന്നിട്ടുള്ള ഇവരുടെയൊക്കെ ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ റേഡിയം, ഏറ്റവും കൂടുതൽ അറ്റോമിക് മാസ് ഉള്ള റേഡിയം ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെടുന്ന ഏക റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. ഓർത്തിരിക്കുക, ഇതൊരു റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന മൂലകമാണ്. ഇത് കണ്ടുപിടിച്ചത് മേരി ക്യൂറിയും പീറി ക്യൂറിയും ചേർന്നാണ്. അടുത്തത് ബെർലിയം. ബെർലിയം ഏറ്റവും മുകളിൽ കിടക്കുന്ന, അതായത് ഏറ്റവും വലിപ്പം കുറഞ്ഞ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ ആളാണ് ബെർലിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മഗ്നീഷ്യം. മഗ്നീഷ്യം എന്തിലുണ്ട്? ക്ലോറോഫില്ലിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പടക്കങ്ങൾക്ക് വെളുത്ത വെളിച്ചം നൽകാൻ മഗ്നീഷ്യം ഉപയോഗിക്കാറുണ്ട്. ഫ്ലാഷ് ബൾബുകളിൽ ഉപയോഗിക്കുന്ന ലോഹച്ചുരുൾ മഗ്നീഷ്യത്തിൻ്റെതാണ്. ഫ്ലാഷ് ബൾബുകളിൽ ഉപയോഗിക്കുന്ന ലോഹച്ചുരുൾ മഗ്നീഷ്യത്തിൻ്റെതാണ്. അടുത്തത് കാൽഷ്യം. അസ്ഥികളിലും പല്ലുകളിലും അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകമാണ് കാൽഷ്യം എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹ അയോണാണ് കാൽഷ്യം അയോണുകൾ. സ്ട്രോൺഷ്യം. പടക്കത്തിന് ചുമപ്പ് നിറം നൽകാൻ വേണ്ടി, ക്രിംസൺ റെഡ് കളർ നൽകാൻ വേണ്ടിയാണ് സ്ട്രോൺഷ്യം ഉപയോഗിക്കുന്നുണ്ട്. ബേരിയം. പടക്കങ്ങൾക്ക് പച്ച നിറം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കുടലിലെ എക്സ്റേ എടുക്കുന്നതിന് മുമ്പ് നൽകുന്ന ബേരിയം മീൽ ബേരിയം സൾഫേറ്റ് ആണ്. ഓക്കെ, ചില യൂസസ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ എക്സാമ്പിളായിട്ട് തന്നിട്ട് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉത്കൃഷ്ടവാതകങ്ങളല്ലാത്ത മൂലകം ക്രിപ്റ്റോൺ, ആർഗൺ, സിലിക്കൺ, നിയോൺ. ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ. ഇതിൽ നോബിൾ ഗ്യാസ് അല്ലാത്തത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഉത്കൃഷ്ടവാതകങ്ങൾ കേൾക്കുമ്പോൾ അത് നോബിൾ ഗ്യാസ് ആണെന്ന് മനസ്സിലാവണം. നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 18 ആണ്. ഗ്രൂപ്പ് 18-ൽ പെടാത്തത് ആരാണെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, സിലിക്കൺ ആണ് ഗ്രൂപ്പ് 18-ൽ അല്ലാത്തത്.
വിശദമായി നോക്കാം. സിലിക്കൺ ഒരു ഉപലോഹമാണ്. മെറ്റലോയിഡ് എന്ന് പറഞ്ഞാൽ മെറ്റലും അല്ല, നോൺ മെറ്റലും അല്ല. ഇത് ആവർത്തന പട്ടികയിലെ 14ാമത്തെ ഗ്രൂപ്പിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നോബിൾ ഗ്യാസസ് 18 സിലിക്കൺ 14ാമത്തെ ഗ്രൂപ്പിലാണുള്ളത്. ഭൂവൽക്കത്തിൽ ഓക്സിജന് ശേഷം ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ മൂലകമാണ് സിലിക്കൺ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ചിപ്പുകൾ, IC ചിപ്പുകൾ, സൗരോർജ്ജ സെല്ലുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അർദ്ധചാലകം അല്ലെങ്കിൽ സെമി കണ്ടക്ടറാണ് സിലിക്കൺ. ഇതൊക്കെ സിലിക്കണിൻ്റെ കുറച്ച് സവിശേഷതകളാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഉത്കൃഷ്ട വാതകങ്ങൾ ആരൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവർത്തന പട്ടികയിലെ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പായ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് ഉത്കൃഷ്ട വാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ് ഇതിലുള്ളത്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ, ഓർഗാനസൺ എന്നിവയാണ് എന്തിൽ വരുന്നത്? ഉത്കൃഷ്ട വാതകങ്ങളുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതാണ് ഗ്രൂപ്പ് 18 മൂലകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയുന്ന ആരൊക്കെയുണ്ട്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡോൺ. നോക്കൂ, ഇവിടെ ഓർഗനസൺ 118ാമത്തെ അറ്റോമിക് നമ്പറാണ്. ഇത് പഴയ പിക്ചർ ആയതുകൊണ്ടാണ് ഇതിലില്ലാത്തത്. അതും നോബിൾ ഗ്യാസിൽ ഉൾപ്പെടുന്ന ഒരു എലമെൻ്റ് ആണ്. ഇവരെ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നും അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇവരെ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നത്? ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, ഡ്യൂപ്ലെറ്റ്സ്, മറ്റുള്ളവയ്ക്ക് അതായത് ആദ്യമുള്ള ആളില്ലേ ഹീലിയത്തിന് 2 ഇലക്ട്രോണാണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ബാക്കിയുള്ള എല്ലാവർക്കും 8 ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഒക്റ്ററ്റ് ഉണ്ട്. അപ്പോൾ എന്താണെന്നറിയോ, ഇവർക്ക് പ്രത്യേകിച്ച് റിയാക്ഷനിലൊന്നും പങ്കെടുക്കേണ്ട, ഓൾറെഡി അവർ സ്റ്റേബിളാണ്. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പൊതുവെ അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല. അതുകൊണ്ടാണ് ഇവരെ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. പൊതുവെ അവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇവരെ നമ്മുടെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ ഇവരെ ഏക അറ്റോമിക് വാതകങ്ങളായിട്ടാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഇപ്പം നമ്മൾ പറയത്തില്ലേ ഓക്സിജൻ O2 ആയിട്ടാണ് കാണുന്നതെന്ന് പറയത്തില്ലേ, ഇവർ ഒറ്റയ്ക്ക് ഇരുന്നോളും. ഒറ്റയ്ക്ക് ഒരു ആറ്റമുള്ള ഗ്യാസുകളായിട്ടാണ് കാണുന്നത്. ഏത്? നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ കാണുന്നതെന്നാണ് പറയുന്നത്. ഇനിയും മുമ്പ് PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹീലിയം, ഉത്കൃഷ്ടവാതകങ്ങളിലെ ഏറ്റവും ചെറിയ ആളാണ് ഹീലിയം. കാരണം നമുക്കറിയാം അറ്റോമിക് നമ്പർ 2 വരുന്നത്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ മൂലകമാണ് ഹീലിയം എന്ന് പറയുന്നത്. സ്കൂബ ഡൈവർമാർ ശ്വസിക്കാൻ ഓക്സിജനോടൊപ്പം ചേർക്കുന്നത് എന്താണ്? ഹീലിയമാണ്. കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നതും ഹീലിയമാണ്. നിയോൺ ഡിസ്ചാർജ് ലാമ്പുകളിലും പരസ്യ ബോർഡുകളിലും തിളങ്ങുന്ന ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു ഇനേർട്ട് ഗ്യാസാണ്. ആർഗൺ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഉത്കൃഷ്ടവാതകം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? നൈട്രജൻ ആണ്. പിന്നെ ഓക്സിജൻ ആണ്. 3ാമതാണ് ആർഗൺ വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതലുള്ള നോബിൾ ഗ്യാസാണ് ആർഗൺ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ബൾബുകളിൽ ഫിലമെൻ്റ് കരിഞ്ഞു പോകാതിരിക്കാൻ നിറയ്ക്കുന്ന വാതകമാണ് ആർഗൺ എന്ന് പറയുന്നത്. സെനോൺ അപരിചിത വാതകം അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ഗ്യാസ് എന്നാണ് സെനോണിനെ അറിയപ്പെടുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാസസംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള അലസവാതകം. അപ്പം പൊതുവെ ഇവർ റിയാക്ട് ചെയ്യില്ലെങ്കിലും സെനോൺ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രാസസംയുക്തങ്ങൾ ഉണ്ടാക്കാറുണ്ട്. റാഡോൺ ഭൂകമ്പത്തിന് മുന്നോടിയായി അന്തരീക്ഷത്തിൽ അളവ് കൂടുന്ന വാതകമാണ് റാഡോൺ. സാധാരണയായി റാഡോണിനെ നമ്മൾ പറയുന്നത് മണ്ണിൽ നിന്നും വരുന്ന ഒരു നോബിൾ ഗ്യാസ് എന്നാണ് പറയുന്നത്. കാരണം ഇത് യുറേനിയം ഒക്കെ മണ്ണിനകത്ത് റോക്സിൽ ഡീക്കേ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സോയിലിൽ ഇതിൻ്റെ അളവ് കൂടുതലാണ്. പ്രോപ്പർ വെന്റിലേഷൻ ഇല്ലെങ്കിലൊക്കെ റാഡോൺ കൂടുതലായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഭൂകമ്പത്തിന് മുന്നോടിയായി സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ അളവ് കൂടുന്ന വാതകമാണ് റാഡോൺ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ കാണപ്പെടാത്ത റേഡിയോ ആക്റ്റീവായ അലസവാതകം. കാരണം ഇത് സോയിലാണ് കാണപ്പെടുന്നത്. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലൂമിനിയം, കോപ്പർ, സിങ്ക്, ഇരുമ്പ്. നമുക്കറിയാം കലാമിൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ അയിരാണ്. കലാമിൻ അല്ലെങ്കിൽ സിങ്ക് കാർബണേറ്റ് എന്ന് പറയുന്നത് സിങ്ക് എന്ന ലോഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാർബണേറ്റ് ഓറാണ്. ഓർ അല്ലെങ്കിൽ അയിരാണ്. ലോഹങ്ങളും അയിരുകളും സാധാരണയായിട്ട് ഈ മിക്ക ലോഹങ്ങളും നമ്മൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ക്രസ്റ്റിൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറൽസ് ആയിട്ടായിരിക്കും കാണുന്നത്. ആ മിനറൽസിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റിൽ ഈ മെറ്റൽ ഉള്ള ആളുകളെയാണ് നമ്മൾ മിനറൽസിലെ തന്നെ അയിരുകൾ അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത്.
ഓക്കെ. സാമ്പത്തിക ലാഭത്തോടെയും എളുപ്പത്തിലും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന മിനറലുകളെയാണ്. അപ്പം മിനറൽ തന്നെയാണ്, എന്നാൽ അവിടെ ആ ലോഹത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, നമുക്ക് വേർതിരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോഴാണ് അതിൻ്റെ ഓർ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. സിങ്കിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ കലാമിൻ അല്ലെങ്കിൽ സിങ്ക് കാർബണേറ്റ്, പിന്നെ സിങ്ക് ബ്ലെൻഡ് അല്ലെങ്കിൽ സിങ്ക് സൾഫൈഡാണ് സിങ്കിൻ്റെ പ്രധാനപ്പെട്ട 2 അയിരുകൾ എന്ന് പറയുന്നത്. ഈ മറ്റു ലോഹങ്ങളുടെ അയിരുകൾ താഴെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റിന് ഈ ഒരു പാർട്ടിയിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത് നോക്കാം. ഗാൽവനൈസേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പ് തുരുമ്പെടുക്കാതിരിക്കാൻ അതിന് മുകളിൽ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. സിങ്ക് ബ്ലെൻഡിനെ സാന്ദ്രണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് പ്രക്രിയയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ഇതിനെ ഈ ഓറിനെയൊക്കെ എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതിൽ ഒരുപാട് വേണ്ടാത്ത വേസ്റ്റായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് കാണും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരുപാട് എലമെൻറ്റ്സ് കാണും. ആ എലമെൻറ്റ്സിൽ നിന്ന് എല്ലാത്തിൽ നിന്നും അങ്ങനെയുള്ള ഇതിൽ നിന്നുള്ള ആവശ്യമില്ലാത്ത എലമെൻറ്റുകളെ മാറ്റി ഈ സിങ്ക് ബ്ലെൻഡിനെ ആ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പ്ലവന പ്രക്രിയയാണ്. ഇതൊരു ഡെൻസിറ്റി അനുസരിച്ച് വേർതിരിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് പ്രോസസ്സ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തിനു വേണ്ടിയിട്ടാണ്? സിങ്ക് ബ്ലെൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ഈ സിങ്ക് ബ്ലെൻഡിൽ നിന്ന് സിങ്ക് ഉണ്ടാക്കുന്ന സമയത്തുള്ളൊരു പ്രോസസ്സ് മാത്രമാണിത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൂടെ പറയാം. ബ്രാസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിത്തള അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറയുന്നത് എന്താണ്? ചെമ്പും കോപ്പറും സിങ്കും കൂടെ ചേർന്നിട്ടുള്ള മിശ്രലോഹമാണ് പിത്തള അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പും ടിന്നും ചേർന്ന മിശ്രലോഹമാണ്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ചോക്ലേറ്റ് റാപ്പറുകളിൽ ഉപയോഗിക്കുന്ന സിൽവർ പേപ്പർ യഥാർത്ഥത്തിൽ അലൂമിനിയം ഫോയിലാണ്. അപ്പം നമ്മളിപ്പോൾ ആ അലൂമിനിയത്തെ പറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിൽ അലൂമിനിയം ഉണ്ട്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള PYQസിൽ നിന്നുള്ള ഫാക്റ്റുകളാണ്. ഇനിയിപ്പോൾ നമുക്ക് ചില പ്രധാനപ്പെട്ട ഓറുകളും അതിൻ്റെ മെറ്റൽസും ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഏത് ലോഹമാണ്, അത് ഏതൊക്കെ അയിരുകളാണ് അതിനുള്ളത്, അതിനെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രക്രിയ എന്താണെന്ന് നോക്കാം. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ ബോക്സൈറ്റും ക്രയോലൈറ്റുമാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോടിപ്പോൾ സിങ്കിൻ്റെ ചോദിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അലൂമിനിയത്തിൻ്റെ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബോക്സൈറ്റ് എന്തിൻ്റെ അയിരാണെന്നായിരിക്കും ചോദിക്കുന്നത്. സോ അലൂമിനിയത്തിൻ്റെ അയിരുകളാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും. ബോക്സൈറ്റാണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന അയിരെന്ന് പറയുന്നത്. അലൂമിനിയം നിർമ്മാണ പ്രക്രിയയെ ഹോൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്ന് പറയും. ഇരുമ്പിൻ്റെ പ്രധാന അയിരുകൾ എന്ന് പറയുന്നത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സെഡറൈറ്റ്. ഹേമറ്റൈറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പിൻ്റെ അയിരെന്ന് പറയുന്നത്, ഒരു ഓക്സൈഡ് ആണ്. മാഗ്നറ്റൈറ്റിന് കാന്തിക ശക്തിയുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട ഓർസ് എന്തൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. സിങ്കിൻ്റെ പ്രധാനപ്പെട്ട ഓറുകൾ എന്ന് പറയുന്നത് കലാമിൻ, സിങ്ക് ബ്ലെൻഡ്. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഇത് മുകളിൽ പറഞ്ഞ ഫാക്റ്റാണ്. കോപ്പറിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ എന്ന് പറയുന്നത് കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ് ചോദിച്ചിട്ടുണ്ട്, മാലക്കൈറ്റ്. ഇതൊക്കെ എന്തിൻ്റെ പ്രധാനപ്പെട്ട ഓർസാണ്? കോപ്പറിൻ്റെ ഓറുകളാണ്. കോപ്പർ, പൈറൈറ്റ്സ്, കുപ്രൈറ്റ്, മാലക്കൈറ്റ്. മെർക്കുറി അല്ലെങ്കിൽ രസം, HGയുടെ പ്രധാനപ്പെട്ട, ഇത് മുമ്പ് PYQ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, സിനബാർ ആണ് മെർക്കുറിയുടെ ഓർ എന്ന് പറയുന്നത്. അടുത്തത് EM അല്ലെങ്കിൽ ലെഡിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ഗലീന എന്ന് പറയുന്നത്. ലെഡ് സൾഫൈഡ് ആണ് ഗലീന. ലെഡും സൾഫറും ചേർന്നിട്ടുള്ളൊരു സംയുക്തമാണ് ഗലീന എന്ന് പറയുന്നത്. ഗലീന എന്തിൻ്റെയാണ്? ലെഡ് അല്ലെങ്കിൽ ഈയത്തിൻ്റെ അയിരാണ്. കാൽഷ്യത്തിൻ്റെത് പ്രധാനപ്പെട്ട ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ലൈംസ്റ്റോൺ, പിന്നെ ജിപ്സം. ചുണ്ണാമ്പ് കല്ലെന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. ലൈംസ്റ്റോണും ജിപ്സവുമാണ് കാൽഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ. മഗ്നീഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്, എപ്സം സോൾട്ട്, മാഗ്നസൈറ്റ്, ഡോളമൈറ്റ്. ഇതെല്ലാം എന്താണ്? മഗ്നീഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളാണ്. അതേപോലെ തന്നെ ഡോളമൈറ്റിൽ കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. സോഡിയത്തിൻ്റെയോ റോക്ക് സോൾട്ടാണ് പ്രധാനപ്പെട്ട സോഡിയത്തിൻ്റെ അയിരെന്ന് പറയുന്നത്. സോഡിയം നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഓർ എന്ന് പറയുന്നത് റോക്ക് സോൾട്ടാണ്. യുറേനിയം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. യുറേനിയത്തിൻ്റെ പ്രധാനപ്പെട്ട ഓർ എന്ന് പറയുന്നത് പിച്ച് ബ്ലെൻഡ് ആണ്.
ഓർത്തിരിക്കുക, യുറേനിയത്തിൻ്റേതാണ് പിച്ച് ബ്ലെൻഡ്. യുറേനിയത്തിൻ്റെ ഓറിൻ്റെ പേരാണ് പിച്ച് ബ്ലെൻഡ് എന്ന് പറയുന്നത്. യുറേനിയം ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ലോഹമാണ്. തോറിയം. മോണോസൈറ്റ്. നമ്മുടെ കേരളത്തിലേക്ക് കടൽ തീര മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൊണാസൈറ്റ് സാൻഡിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് മെറ്റലാണ്? തോറിയമാണ്. ഇത് ഓർത്തിരിക്കുക. കേരളവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. മൊണാസൈറ്റ് ആണ് തോറിയത്തിൻ്റെ ഓർ എന്ന് പറയുന്നത്. ടൈറ്റാനിയവും അതുപോലെ ധാരാളമായി ഇവിടെ കാണപ്പെടുന്ന ഒന്നാണ്. ഇൽമനൈറ്റ്, റൂട്ടൈൽ, ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഓറായിട്ടുള്ളത് കേരളത്തിലെ കരിമണലിൽ അടങ്ങിയിരിക്കുന്നു. ടൈറ്റാനിയത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഓർ ഇൽമനൈറ്റും റൂട്ടൈലുമാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 5 ഹെർട്സ്, 2000 ഹെർട്സ്, 200 കിലോ ഹെർട്സ്, 2000 കിലോ ഹെർട്സ്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്, 2000 ഹെർട്സ്. മനുഷ്യൻ്റെ ശ്രവണപരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് 2000 ഉത്തരമായി വന്നത്. ഇതിൽ പെടുന്ന ഏക മൂല്യം ആ ഓപ്ഷനിൽ 2000 മാത്രമാണ്. ശബ്ദത്തെ പറ്റിയുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. മനുഷ്യൻ്റെ ശ്രവണപരിധി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് താഴെയുള്ള, അതായത് 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദതരംഗങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് അല്ലെങ്കിൽ സബ്സോണിക് സൗണ്ട് എന്ന് പറയുന്നത്. ഇത് മനുഷ്യർക്ക് കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് 5 ഹെർട്സ് എന്ന് പറയുന്നത് തെറ്റാവുന്നത്. ഉദാഹരണം, ഭൂകമ്പം ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന തരംഗങ്ങൾ. ആനകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ശബ്ദം, തിമിംഗലങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം. ഇനിയും നമ്മൾ ഈ പറഞ്ഞ പരിധിക്ക് മുകളിൽ 20,000 ഹെർട്സിന് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങളെ അൾട്രാസോണിക് അല്ലെങ്കിൽ സൂപ്പർസോണിക് സൗണ്ട് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വേവ്സ് എന്ന് വിളിക്കും. അൾട്രാസോണിക് സൗണ്ട് അല്ലെങ്കിൽ സൂപ്പർസോണിക് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 ഹേർട്സിന് മുകളിൽ ഉള്ള ശബ്ദതരംഗങ്ങളാണ്. ഈ ഹേർട്സ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസിയാണ് പറയുന്നത്. ഈ ഫ്രീക്വൻസിയുടെ വാല്യൂ ആണ് പറയുന്നത്. ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റാണ് ഹേർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണങ്ങൾ, വവ്വാലുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം ഇതാണ്. ഡോഗ് വിസിലൊക്കെ എന്താണ്? അൾട്രാസോണിക് സൗണ്ടിന് ഉദാഹരണം. നമുക്കിത് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ശബ്ദപരിധിക്ക് അല്ലെങ്കിൽ നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ടിൻ്റെ പരിധിക്ക് മുകളിലാണ് ഇത് വരുന്നത്. ഇനി മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഫ്രീക്വൻസി അഥവാ ആവൃത്തിയുടെ യൂണിറ്റാണ് ഹേർട്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണമാണ്. ഓക്കെ, നമുക്കറിയാം വേവ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് ഉണ്ടായി എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ബാറ്റ്സ് സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൗണ്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അൾട്രാസോണിക് സൗണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ്? അത് തട്ടി തിരിച്ചു വരുമ്പോൾ ആ ഒരു സെൻസേഷനിലൂടെയാണ് വഴിയിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിയുന്നത്. സോണാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിൻ്റെ ആഴം അളക്കാനും സമുദ്രത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്താനും ഉപയോഗിക്കുന്ന സംവിധാനമാണ്. ഇതിലും ഉപയോഗിക്കുന്ന എന്താണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഇത് പോയിട്ട് അവിടെ ഉള്ള വസ്തുക്കളിൽ തിരിച്ചു വന്ന് റിഫ്ലക്റ്റ് ചെയ്യും. പോയിട്ട് അവിടെ ചെന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്ഷനിൽ നിന്നാണ് നമ്മൾ മുന്നിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സംവിധാനമാണ് സോണാർ എന്ന് പറയുന്നത്. എക്കോ കാർഡിയോഗ്രഫി, ECG, ഹൃദയത്തിൻ്റെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ECG ചെയ്തു എന്ന് പറയും. എന്താണ് ECG എന്ന് പറഞ്ഞാൽ? എക്കോ കാർഡിയോഗ്രഫി. ഇതിനുപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത് എന്തിലാണ്? സോളിഡിലാണ്. ഇതും മുൻപ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ ഓർഡറിൽ എഴുതാൻ ചോദിക്കും. ഏറ്റവും കൂടുതലും ഡെൻസായിട്ടുള്ള വസ്തുക്കളിലൂടെ പോകുന്ന സമയത്ത് ശബ്ദത്തിൻ്റെ വേഗത കൂടുതലായിരിക്കും. അതേസമയം വാട്ടറോ എയറോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് അവിടെ ശബ്ദത്തിൻ്റെ വേഗത കുറവായിരിക്കും. ഏറ്റവും കൂടുതലുള്ളത് സോളിഡ്സിലായിരിക്കും, ഏറ്റവും കുറവുള്ളത് വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസിലായിരിക്കും. ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല. ശബ്ദത്തിന് എപ്പോഴും ട്രാവൽ ചെയ്യാൻ ഒരു മാധ്യമം ആവശ്യമാണ്. മീഡിയം ഇല്ലെങ്കിൽ ശബ്ദം അതുവഴി പോകില്ല. അതുകൊണ്ടാണ് വാക്വത്തിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. മറ്റ് ഓപ്ഷൻസ് നമ്മൾ നോക്കിയല്ലോ. 5 ഹെർട്സ് എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ബാക്കിയുള്ള 2 ഓപ്ഷൻസും അൾട്രാസോണിക് ആണ്. അതുകൊണ്ടാണ് അത് തെറ്റായിരുന്നത്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14. എല്ലാ കാർബൺ ഐസോട്ടോപ്പും ഒരുപോലെ സ്ഥിരതയുള്ളതും ലഭ്യതയുള്ളതുമാണ്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ തന്നെ നോക്കിയാൽ മതി. 3 കാർബൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരേ അറ്റോമിക്
നമ്പരും എന്നാൽ ഡിഫറെൻറ്റ് മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വിവിധ രൂപങ്ങളെയാണ് നമ്മൾ ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഹൈഡ്രജന്, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ കാർബണിനും ഉണ്ട് 3 ഐസോട്ടോപ്പുകൾ. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആരെയാണ് കാണുന്നതെന്നാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ കാണുന്നതും സ്റ്റേബിളായിട്ടുള്ളതും കാർബൺ 12 ആണ്. പ്രകൃതിയിൽ കാണപ്പെടുന്ന കാർബൺ ഐസോട്ടോപ്പുകളിൽ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അളവിൽ ഏകദേശം 98% കാണുന്നത് കാർബൺ 12നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഐസോട്ടോപ്പ് എന്താണെന്ന്, ഒരേ അറ്റോമിക് നമ്പരും, അതുകൊണ്ടാണ് ഒരേ എലമെൻ്റ് ആയിട്ടിരിക്കുന്നത്. ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആയിരുന്നെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻ്റ് ആയി പോയനായിരുന്നു. ഒരേ എലമെൻറ്റിൻ്റെ തന്നെ വ്യത്യസ്ത മാസ് നമ്പറുള്ള രൂപങ്ങളെയാണ്, അല്ലെങ്കിൽ ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഐസോട്ടോപ്പുകളിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് ബേസിക്സ് നമുക്കറിയാമെങ്കിൽ നമുക്ക് അറിയാം. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലായ്പ്പോഴും ഈ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ആറ്റത്തിൽ തുല്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ന്യൂട്രോണിൻ്റെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഒരേ ആറ്റോമിക് നമ്പറുള്ള ആളുകളിൽ തന്നെ ഡിഫറെൻറ്റ് മാസ് നമ്പർ വരുന്നത്. ഓക്കെ, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, ബട്ട് മാസ് നമ്പർ വ്യത്യാസമായിരിക്കും. കാരണം മാസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രോൺസിൻ്റെ എണ്ണം മാറിയാൽ എന്ത് പറ്റും? മാസ് നമ്പർ മാറും, പക്ഷേ അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺസ് മാറാത്തിടത്തോളം കാലം അറ്റോമിക് നമ്പർ സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അതാണ് ഐസോട്ടോപ്പിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി കാർബണിൻ്റെ ഐസോട്ടോപ്പുകളെ പറ്റി പറയാം. കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പിൽ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 6 ആണ്. അപ്പോൾ 6 പ്രോട്ടോൺ ഉണ്ട്, 6 ന്യൂട്രോണും ഉണ്ട്. ഇത് സ്റ്റേബിളും ആണ്, ഏറ്റവും കൂടുതൽ 98% ഉണ്ട്. ഇനിയും കാർബൺ 13 ആണെങ്കിലോ 6 പ്രോട്ടോൺ. നമ്മൾ പറഞ്ഞു 6 പ്രോട്ടോൺ ഉള്ളതുകൊണ്ടാണ് അറ്റോമിക് നമ്പർ സെയിം ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ അറ്റോമിക് നമ്പർ 6 എന്ന് തന്നെ വരും. പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം 7 ആണ്. 7 ആയതുകൊണ്ട് തന്നെ മാസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം മുകളിൽ 6 + 6 12 ആണെങ്കിൽ താഴെ 6 + 7 13 ആകും. സ്ഥിരതയുള്ളത് ലഭ്യത വളരെ കുറവുള്ളതായിരിക്കും. ഓക്കെ, ഇവിടെയും ഇതിന് ഈ ഒരു കാർബൺ 13 സ്റ്റേബിൾ ആണ്, പക്ഷേ അവൈലബിലിറ്റി കുറവാണ്, എമൗണ്ടിൽ കുറവാണ്. കാർബൺ 14 നോക്കുകയാണെങ്കിൽ 6 പ്രോട്ടോണും 8 ന്യൂട്രോണും ഉണ്ട്. അപ്പോഴും പ്രോട്ടോണിൻ്റെ അളവ് സെയിം ആണ്, അതുകൊണ്ടാണ് അറ്റോമിക് നമ്പർ സെയിം ആയിട്ടിരിക്കുന്നത്. 8 ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ 6 + 8 14, അതുകൊണ്ടാണ് കാർബൺ 14 എന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇത് ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഐസോട്ടോപ്പാണ്. അപ്പോൾ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിലുകളുടെയും പുരാതന വസ്തുക്കളുടെയും ഒക്കെ പ്രായം എത്ര കാലം മുമ്പുള്ളതാണ് എന്നത് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളീ പറഞ്ഞ കാർബൺ 14 ആണ്. കാരണം എന്താണ്? ഇതിന് റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേഡിയോ ആക്ടിവിറ്റിയുടെ അളവ് നോക്കിയിട്ട് തന്നെ നമുക്ക് ഈ വസ്തുക്കളുടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്രായം നിർണ്ണയിക്കാൻ പറ്റും. സോ കാർബൺ 14 ആണ് കാർബൺ ഡേറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഇനി അറ്റോമിക് മാസ് യൂണിറ്റ്, അതായത് നമ്മൾ ഈ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് പറയുന്നതിനുള്ള ഒരു അടിസ്ഥാന യൂണിറ്റായിട്ട് ഉപയോഗിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ലെങ്ത് പറയാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പറയാൻ കിലോമീറ്റർ എടുക്കുന്ന പോലെ ആറ്റങ്ങളുടെ മാസിനെ അളക്കാൻ വേണ്ടി നമുക്കൊരു യൂണിറ്റ് വേണമായിരുന്നു. അപ്പോൾ അതിന് മാനദണ്ഡമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്, അതായത് അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് കാർബൺ 12ൻ്റെ മാസിനെയാണ്. കാർബൺ 12ൻ്റെ 1/12 ഭാഗം മാസ് എടുക്കുന്നു. അതായത് കാർബൺ 12ന് എത്ര മാസ് ഉണ്ടോ ആ മാസിൻ്റെ 1/12 എടുക്കുന്നു, അതായത് m/12 എടുക്കുന്നു. അതിനെ ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്യും, അതായത് 1 AMU ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്താണ് മറ്റ് എലമെൻസിൻ്റെയൊക്കെ അറ്റോമിക് മാസ് യൂണിറ്റ് പറയുന്നത്. ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അറ്റോമിക് മാസ് യൂണിറ്റ് കണക്കാക്കുന്നതിന് അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് കാർബൺ 12ൻ്റെ ആറ്റത്തിൻ്റെ മാസിൻ്റെ 12ൽ 1 ഭാഗത്തെയാണ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതേപോലെ തന്നെ പ്രധാനമായിട്ടും ഐസോട്ടോപ്പുകളുള്ള മറ്റൊരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് ഹൈഡ്രജൻ. ഞാൻ പറഞ്ഞായിരുന്നു പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിങ്ങനെ 3
ഐസോടോപ്പുകളാണ് ഹൈഡ്രജനുള്ളത്. ഇവരുടെ എല്ലാവരുടെയും അറ്റോമിക് നമ്പർ 1 ആണ്. ഇവരുടെ എന്താണ് മാസ് നമ്പറാണ് വ്യത്യാസമായിട്ടിരിക്കുന്നത്. ന്യൂട്രോൺ ഇല്ലാത്ത ഏക ഐസോടോപ്പാണ് പ്രോട്ടിയം. കാരണം അവിടെ ഒരു പ്രോട്ടോണാണ് ഉള്ളത്. അതിൽ നിന്നാണ് അതിന് ഒരു മാസ് നമ്പർ കിട്ടുന്നത്. അവിടെ ന്യൂട്രോൺ എന്ന് പറയുന്നത് 0 ആണ്. എന്നാൽ ഡ്യൂറ്റീരിയത്തിൽ അല്ലെങ്കിൽ ഹെവി വാട്ടറിൽ D2O നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഡ്യൂറ്റീരിയത്തിൽ രണ്ടാണ് അതിൻ്റെ മാസ് നമ്പർ വരുന്നത്. അപ്പോൾ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉണ്ട്. ട്രിഷ്യം എന്ന് പറയുമ്പോഴോ, ട്രിഷ്യത്തിലാണെങ്കിൽ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. ഹൈഡ്രജൻ്റെ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു ഐസോടോപ്പാണ് ഈ ട്രിഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ H3 എന്ന് പറയുന്നത്. ഓക്കെ, മറ്റ് പ്രധാനപ്പെട്ട ഐസോടോപ്പുകൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. മറ്റ് പ്രധാനപ്പെട്ടത് അയോഡിൻ 131. ഗോയിറ്റർ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന അയോഡിൻ്റെ ഒരു ഐസോടോപ്പാണ് അയോഡിൻ 131. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. യുറേനിയം 235 ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഉപയോഗം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഏത് ഐസോടോപ്പാണെന്നും നോക്കണം. അടുത്ത ചോദ്യം, വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം, വൈദ്യുതോർജ്ജം, താപോർജ്ജം. ഇത് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. സ്ഥാനം മൂലം കിട്ടുന്നത് ഏതാണ്? സ്ഥിതികോർജ്ജമാണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊസിഷൻ കൊണ്ടോ കോൺഫിഗറേഷൻ കൊണ്ടോ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ മൂലമോ അവസ്ഥ, രൂപമാറ്റം, കോൺഫിഗറേഷൻ, അതായത് നമ്മളിങ്ങനെ ടെൻഷൻ, നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ കംപ്രസ് ചെയ്ത് ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നു. സ്ട്രെസ്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമ്മൾ അതിനെ ഇടിച്ച് ചളുക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒരു സ്ട്രെസ്ഡ് ആയിരിക്കും. അവിടെ നമ്മളൊരു എനർജി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു എനർജി കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഈ അവസ്ഥ അല്ലെങ്കിൽ രൂപമാറ്റം, കോൺഫിഗറേഷൻ ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. മൂലമോ കൈവരുന്ന ഊർജ്ജത്തെയാണ് സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൂവ് ചെയ്യുമ്പോൾ എനർജിയാണ്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു വസ്തുവിന് ഇപ്പം രണ്ടും കാണാം. പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകാം, കൈനറ്റിക് എനർജിയും ഒരേ ടൈമിൽ ഉണ്ടാകാം. ഇത് രണ്ടിൻ്റെയും കൂടെ ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ മെക്കാനിക് എനർജി എന്ന് പറയുന്നത്. സോ മെക്കാനിക്കൽ എനർജി ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജിയെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കാരണം ഇത് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സ്ഥാനം കൊണ്ട് ലഭിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh, മാസ് ഇൻറ്റു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്വാകർഷണ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന് ഒരു വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരിക്കും. പ്ലസ് എത്ര ഹൈറ്റിലാണോ അതിരിക്കുന്നത്, സ്ഥാനം കൊണ്ടാണല്ലോ എനർജി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു മാസ്, ആ മാസ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്, mgh ചെയ്താൽ മതി. ഇതിൻ്റെ നമ്മൾ പറയുന്ന യൂണിറ്റ് എന്തിലായിരിക്കും പറയുന്നത്? ജൂളിലായിരിക്കും പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം നമ്മൾ ഡാമിലൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതും പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ഉദാഹരണമാണ് ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ നമ്മൾ വലിച്ച് നീട്ടി പിടിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അവിടെയുള്ള എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. അതുപോലെ തന്നെ വില്ല് കുലയ്ക്കാതെ പറയത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ച് നീട്ടി പിടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ സ്ട്രെയിൻ മൂലം ഉണ്ടാകുന്ന എനർജിയും എന്ത് തന്നെയാണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. ചുരുട്ടി വെച്ച സ്പ്രിങ് എന്നിവയിലുള്ള ഊർജ്ജം, അവിടെ നമ്മൾ ഈ ബലം പ്രയോഗിക്കുന്ന സമയത്ത് ഇതിനൊക്കെ ചെറിയ രീതിയിൽ ഇതിൻ്റെ ഒരു രൂപം മാറും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ കോൺഫിഗറേഷൻ മാറും. അവിടെ ഇവിടെ ചെറിയ സ്ട്രെസ്സ് കാരണവും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ റബ്ബർ ബാൻഡ് തന്നെ നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ അതിൻ്റെ നീളം കൂടത്തില്ലേ? അപ്പോൾ അതിൻ്റെ പഴയ രൂപത്തിൽ നിന്ന് ചെറിയൊരു രൂപമാറ്റം അതിനുണ്ടായില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. കോൺഫിഗറേഷൻ, ഇത് വളരെ ശ്രദ്ധിക്കണം. കോൺഫിഗറേഷൻ അല്ലെങ്കിൽ രൂപമാറ്റമൊക്കെ മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു ഒരു ഇൻസ്റ്റൻസ് എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. നമ്മളെപ്പോഴും സ്ഥാനം മൂലമുള്ളതെന്നാണ് പഠിച്ചു വെക്കുന്നത്. മാത്രമല്ല കോൺഫിഗറേഷൻ അല്ലെങ്കിൽ രൂപമാറ്റം മൂലമുള്ള എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ്. ചോദ്യത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇമേജാണിത്. ഞാൻ പറഞ്ഞു, ഒരു ഡാമിൽ കെട്ടി വെച്ചിരിക്കുന്ന വെള്ളത്തിനുള്ള എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അതുപോലെ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന വസ്തുവിനുള്ളൊരു എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇതുപോലെ നമ്മളൊരു സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടുകയോ ഇങ്ങനെ അമർത്തി പിടിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനിലെ ചേഞ്ചിലുണ്ടാകുമ്പോഴും അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്.
അടുത്ത ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഷൻ കൊണ്ട് ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയാണ്. ഇതുകൊണ്ട് ഈ വാട്ടർ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? അതിനുള്ള എനർജി എന്ന് പറയുന്നത് എന്താണ്? ഈ ഗതികോർജം, അതിൻ്റെ മോഷൻ കൊണ്ട് അതിനുണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. നോക്കൂ, ചലനം കൊണ്ടാണ് കൈനറ്റിക് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കിയാലോ? ഞാൻ പറഞ്ഞു ചലനം മൂലം അല്ലെങ്കിൽ മോഷൻ മൂലം കൈവരുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. ഇതിൻ്റെയും ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². ഇവിടെ m എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ മാസ് എത്രയാണോ അത്, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഇത് ചെയ്തു നോക്കുമ്പോൾ നമുക്കിതിൻ്റെ കൈനറ്റിക് എനർജി കിട്ടും. v അല്ലെങ്കിൽ പ്രവേഗം, മാസ് എന്ന് പറയുന്നത് m ആണ്. ഈ 2 യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. എന്തിന്? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഇതിൻ്റെ ഉദാഹരണം ഞാൻ ഓൾറെഡി കാണിച്ചു. ഒഴുകുന്ന വെള്ളം, വീശിയടിക്കുന്ന കാറ്റ്, ഓടുന്ന വാഹനം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വില്ല് വലിക്കാൻ വേണ്ടി അത് വലിച്ചു പിടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയും, എന്നാൽ അതിൽ നിന്ന് ഒരു അമ്പ് വിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ അമ്പിനുള്ളത് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ഇനിയും വേറൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജത്തെ പുതിയതായി നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കൂ. അതായത് ഒരിക്കലും എനർജി എന്ത് ചെയ്യുന്നില്ല. ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിലിരിക്കുന്നു, അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ എനർജി ഉള്ള വസ്തു താഴേക്ക് വീഴുമ്പോൾ ആ എനർജി എന്തായിട്ട് മാറുകയേ ചെയ്യുന്നുള്ളൂ? കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയേ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും ഈ പൊട്ടൻഷ്യൽ എനർജി നഷ്ടമാകുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഊർജ്ജത്തെ നമുക്ക് പുതിയതായിട്ടൊന്നും നിർമ്മിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും കഴിയില്ല. നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു രൂപത്തിൽ ഒന്നെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിന്ന് കൈനറ്റിക് എനർജി ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു തരം എനർജി ആക്കി മാറ്റാനേ കഴിയുള്ളൂ എന്നുള്ളതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി വിൽ ബി ഓൾവേസ് കൺസേർവ്ഡ്. എപ്പോഴും അത് കൺസേർവ്ഡ് ആയിരിക്കും, അതൊരിക്കലും നശിച്ചു പോകില്ല എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞല്ലോ, ഉയരത്തിലുള്ള ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഉയരത്തിലുള്ളൊരു വസ്തു താഴേക്ക് വീഴുന്നു, താഴേക്ക് വീണത് താഴെ എത്തുന്നില്ല, പകുതിയിൽ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയായിരിക്കും എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമായിരിക്കും. കാരണം പകുതി വഴിയേ എത്തിയിട്ടുള്ളൂ. അപ്പം പകുതി ഹൈറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പകുതി ഹൈറ്റ് ട്രാവൽ ചെയ്തതിൻ്റെ കൈനറ്റിക് എനർജി ഉണ്ട്. താഴേക്ക് വീഴുന്ന ഒരു വസ്തു തറയിൽ മുട്ടുന്നതിന് തൊട്ട് മുമ്പ് അതിന് അപ്പം ഇവിടെ ഈ പോയിന്റിലെത്തുന്ന ഈ ടൈമിലായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാകുന്ന തറയിൽ മുട്ടുന്നതിന് തൊട്ട് മുമ്പായിരിക്കും. കൈത്തോക്കിൽ നിന്ന് പായുന്ന ബുള്ളറ്റിലുള്ളത് എന്താണ്? കൈനറ്റിക് എനർജിയാണ്. ഊർജ്ജത്തിൻ്റെ SI ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ പറയുന്നത് ജൂളിലാണ് പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ആവശ്യമില്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്. പിന്നെ മറ്റ് ഓപ്ഷൻസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പറഞ്ഞു. പിന്നെ വൈദ്യുതോർജ്ജം, അത് ഇലക്ട്രിക് ചാർജുകളുടെ മൂവ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന എനർജിയാണ് വൈദ്യുതോർജ്ജം എന്ന് പറയുന്നത്. താപോർജ്ജം, തേർമൽ എനർജി, തന്മാത്രകളുടെ ക്രമരഹിതമായ ചലനം മൂലം ഉണ്ടാകുന്ന ഊർജ്ജ രൂപമാണ് താപോർജ്ജം അല്ലെങ്കിൽ തേർമൽ എനർജി എന്ന് പറയുന്നത്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാവുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ്, 1 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ഉത്തരം വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. അതിന് മറ്റ് ഓപ്ഷൻസും കൂടെ നോക്കാം. അവിടെ കൊടുത്തിരിക്കുന്ന 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ശരിക്കും ജലത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ തിളനിലയാണ്. ഈ പോയിന്റിൽ വെള്ളം എന്ത് ചെയ്യുക? തിളച്ച് ആവിയായി മാറുന്ന ടെമ്പറേച്ചറാണ്, ബോയിലിംഗ് പോയിൻ്റാണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. 50 ഡിഗ്രി സെൽഷ്യസിലും 1 ഡിഗ്രി സെൽഷ്യസിലും ജലത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലുള്ളതിനേക്കാളും കുറവായിരിക്കും. എന്തുകൊണ്ടാണ് 4 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് വാട്ടറിന് 4 ഡിഗ്രി സെൽഷ്യസിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കാണിക്കുന്നതെന്ന് നോക്കാം. നോർമലി ലിക്വിഡ്സ് ചൂടാവുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യും, വികസിക്കുകയും തണുപ്പിക്കുമ്പോൾ ചുരുങ്ങുകയും ചെയ്യും. എന്നാൽ ജലം, വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകുമ്പോൾ കോൺട്രാക്റ്റ് ചെയ്യും, ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഈ പ്രതിഭാസത്തെയാണ്
ജലത്തിൻ്റെ അസാധാരണ വികാസം എന്ന് പറയുന്നത്. നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഫിഗറിൻ്റെ സഹായത്തോടു കൂടി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നോർമൽ ആയിട്ടുള്ള കേസസിൽ, നോർമലി ഉള്ള ലിക്വിഡ്സ് എന്ന് പറയുന്നതിൻ്റെ കേസിൽ ആറ്റംസൊക്കെ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കരുതിക്കോ. നോക്കൂ, ഈ ആറ്റങ്ങൾക്കിടയിലുള്ള സ്പേസ് നോക്കൂ. ഈ സ്പേസിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ വികസിക്കുന്നു, ചുരുങ്ങുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് അടുത്തിരിക്കുന്ന സമയത്ത് ഡെൻസിറ്റി കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും ആലോചിച്ചാൽ മനസ്സിലാകും. നമ്മളിങ്ങനെ ഭയങ്കര തിക്ലി പാക്ഡ് ആയിരിക്കുമ്പോഴായിരിക്കും ഡെൻസിറ്റി കൂടുതലായിട്ടിരിക്കുന്നത്. ലൂസായിട്ട് പാക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഇടയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും. ഈ കേസസ് ആണ് ഇവിടെ ഓർത്തിരിക്കേണ്ട. ഈ ഐഡിയ വേണം മനസ്സിലുണ്ടാവാൻ. സാധാരണ ഒരു ലിക്വിഡിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ വ്യാപ്തം കൂടും. കാരണം ഇവർക്കെല്ലാം കുറച്ച് എനർജി കിട്ടും. അപ്പോൾ ഇവരെല്ലാവരും കുറേ അങ്ങോട്ട് അകലെ അകലെ പോകാൻ തുടങ്ങും. ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. നോർമലി ഉള്ളതിൽ നിന്ന് കൂടും. അതാണ് വികസിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വികസിക്കുമ്പോൾ അവിടെ ഡെൻസിറ്റി എന്ത് ചെയ്യും, ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പോൾ അവർ ടൈറ്റ്ലി പാക്ഡ് അല്ല, ലൂസ്ലി പാക്ഡ് ആണ്. എന്നാൽ തണുപ്പിക്കുമ്പോൾ വ്യാപ്തം കുറയും. വ്യാപ്തം കുറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള ഈ ഡിസ്റ്റൻസ് കുറയും. നോക്കൂ, ഇവിടെ ഉള്ളതിനേക്കാളിലും ഇവിടെ ഉള്ളതിനേക്കാളിലും എന്ത് ചെയ്തു, കുറഞ്ഞു. ഈ ഡിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റും, ഡെൻസിറ്റി കൂടും. അവിടെ വോളിയം കുറയുമെങ്കിലും ഇവർ ഭയങ്കര അടുത്തടുത്ത് പാക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ഇവരുടെ ഡെൻസിറ്റി കൂടും. അപ്പോൾ ഇതാണ് അടിസ്ഥാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. നോർമൽ ലിക്വിഡ്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ചൂടാക്കുമ്പോൾ വോളിയം കൂടുകയും ഡെൻസിറ്റി കുറയുകയും ചെയ്യുന്നു. തണുപ്പിക്കുമ്പോൾ വോളിയം കുറയുകയും ഡെൻസിറ്റി കൂടുകയും ചെയ്യുന്നു. വെള്ളവും ഇതേ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ വെള്ളത്തിനൊരു അനോമലസ് ബിഹേവിയർ ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വെള്ളം 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ചൂടാക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്നറിയോ? ഇപ്പോൾ 0 ഡിഗ്രിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് കരുതിക്കോ. 4 ഡിഗ്രി വരെ ആണെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? ഇത് വികസിക്കുകയല്ല, അതിന് പകരം എന്ത് ചെയ്യും, വ്യാപ്തം കൂടുകയല്ല, അതിന് പകരം വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വ്യാപ്തം കുറഞ്ഞ് ഇവർ കുറച്ചുകൂടെ ടൈറ്റായിട്ട് പാക്ക് ചെയ്യപ്പെടും. വാട്ടർ മോളിക്യൂൾസ് കുറച്ചുകൂടെ അടുത്തടുത്തടുത്ത്, ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇവിടെ ഉള്ളതിൽ നിന്നും എന്ത് പറ്റും, ഇങ്ങോട്ട് വരുമ്പോഴേക്കും അതിനിടയിലുള്ള സ്പേസ് വളരെ കുറഞ്ഞു വന്നു. അപ്പോൾ ഇതിൻ്റെ വോളിയവും കുറയും. പക്ഷേ ഇത്രയും ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് ഡെൻസിറ്റി എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. കമ്പയർഡ് ടു ഈ 0 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാകുന്നതിനേക്കാളും 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുമ്പോൾ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നോർമൽ ലിക്വിഡ്സിനെ പോലെയല്ല വാട്ടർ. എന്താണ് വാട്ടറിൻ്റെ കേസിൽ ഡെൻസിറ്റി എന്ത് ചെയ്യും, കൂടും. ഏത് പോയിൻ്റ് വരെ, 4 ഡിഗ്രി സെൽഷ്യസ് വരെ. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ വാട്ടർ ഇങ്ങനെ കാണിക്കുകയുള്ളൂ. 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം സാധാരണ ദ്രാവകങ്ങളെ പോലെ തന്നെ ഇത് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. സാധാരണ ദ്രാവകങ്ങളെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ, ചൂടാകുമ്പോൾ എന്ത് പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്, വ്യാപ്തം കൂടുമെന്നാണ് പറഞ്ഞത്, വികസിക്കുമെന്നാണ് പറഞ്ഞത്, ഡെൻസിറ്റി കുറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിന് ശേഷം വെള്ളം ചൂടാക്കുമ്പോൾ എന്തോ പറ്റും, വെള്ളം സാധാരണ പോലെ തന്നെ വികസിക്കും. 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ സാധാരണ പോലെ വികസിക്കും. പക്ഷേ 0 to 4 ഡിഗ്രി സെൽഷ്യസിൽ ചൂട് കൂടുമ്പോൾ വികസിക്കുന്നതിന് പകരം ജലം എന്താണ് ചെയ്യുന്നത്, ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് പറ്റും, ഭയങ്കരമായിട്ട് ഡെൻസിറ്റി വരും. എപ്പോൾ വരെ, 4 ഡിഗ്രി സെൽഷ്യസിൽ. ഇതുകൊണ്ടാണ് 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിന് ഏറ്റവും കൂടിയ ഡെൻസിറ്റി ഉള്ള പോയിൻ്റായിട്ട് പറയുന്നത്. ആ സമയത്തായിരിക്കും വാട്ടറിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത്, എന്നാൽ ഏറ്റവും കുറഞ്ഞ വോളിയം ഉള്ളത്. ഇതൊരു അനോമലസ് ബിഹേവിയറാണ്, അതായത് വെള്ളത്തിനുള്ളൊരു സവിശേഷ സ്വഭാവമാണ്. ഈ പോയിൻ്റ് ഞാൻ പറഞ്ഞതാണ്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞുകെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ജലാശയങ്ങളുടെ മുകളിൽ മഞ്ഞു പാളികൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ അതിന് താഴോട്ടുള്ള ജലം എന്തായിരിക്കും, വാട്ടറായിട്ട് തന്നെ ആയിരിക്കും, ഐസായിട്ടല്ലായിരിക്കും കിടക്കുന്നത്. അത് വാട്ടറിൻ്റെ ഈ അനോമലസ് ബിഹേവിയറാണ് അതിന് കാരണം. അതായത് അവിടെ അത്യാവശ്യം ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ആ 4 ഡിഗ്രി സെൽഷ്യസിൽ ആ വാട്ടർ എന്ത് ചെയ്യും, ദ്രാവകാവസ്ഥയിൽ തന്നെ തുടരുകയും ചെയ്യും. ഇത് വളരെയധികം ജലജീവികൾക്ക് ജീവൻ, കാരണം ഐസായിട്ടിരിക്കുമ്പോൾ ഓക്സിജൻ്റെ അവൈലബിലിറ്റി ഒന്നും ഉണ്ടാവില്ലല്ലോ. വാട്ടറിലല്ലേ അതിന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് SCERT ഉള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഓർത്തിരിക്കണം, വളരെ എക്കോളജിക്കലി ഈ ഒരു വാട്ടറിൻ്റെ ഈ ഒരു അനോമലസ് ബിഹേവിയറിന് പ്രാധാന്യമുണ്ട്. പ്രധാനമായിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടറിന്
എന്താണ് വാട്ടറിന് ഈ പോയിന്റിൽ 4 ഡിഗ്രി സെൽഷ്യസിൽ എന്തിനേക്കാളും ഡെൻസിറ്റി ഉണ്ട്, ഐസ് കട്ടയേക്കാളിലും ഡെൻസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് വാട്ടറിനേക്കാളിലും ഡെൻസിറ്റി കുറഞ്ഞ ഐസ് കട്ട വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്. കുറച്ച് പ്രീവിയസ് ഇയർ ഫാക്റ്റുകൾ കൂടെ പറയാം. തണുപ്പ് കാലത്ത് പൈപ്പുകൾ പൊട്ടാൻ കാരണം എന്താണ്? കാരണം എന്താ? തണുപ്പ് കാലത്ത് ജലം എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. ഐസായിട്ട് മാറുമ്പോൾ അതിൻ്റെ വോളിയം കൂടും. വോളിയം കൂടുമ്പോൾ എന്ത് പറ്റും? എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പം അത് വാട്ടർ പൊക്കോണ്ടിരുന്ന പൈപ്പിൽ കൂടെ ഇതിന് പോകാൻ പറ്റാതാകുമ്പോൾ പൈപ്പ് പൊട്ടും. ഫ്രീസിങ്ങിൻ്റെ സമയത്ത് വാട്ടർ എക്സ്പാൻഡ് ചെയ്യുന്നു. ചോദ്യം: ജലത്തിൻ്റെ സാന്ദ്രണം പരമാവധിയാകുന്ന താപനില അല്ലെങ്കിൽ കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? 277 കെൽവിനാണ്. അപ്പം കാരണം എന്താ? 4 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ. നമുക്കറിയാം 273 = 0 ഡിഗ്രി സെൽഷ്യസ് എന്നറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ 4 കൂട്ടിയാൽ മതി. എത്രയാണ്? 277 ആണ് എന്നു വരുന്നത്. 4 ഡിഗ്രിക്ക് തുല്യമായ കെൽവിൻ സ്കെയിലിലെ വാല്യൂ. അതുകൊണ്ടാണ് 277 ആൻസർ വരുന്നത്. സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നറിയപ്പെടുന്നത് എന്ത്? ജലത്തെയാണ്. വാട്ടർ എല്ലാത്തിനെയും ഒരു വിധപ്പെട്ട എല്ലാത്തിനെയും ലയിപ്പിക്കാൻ ശേഷിയുള്ള ആളാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നറിയപ്പെടുന്നത്. ജലത്തിൻ്റെ ഉയർന്ന വിശിഷ്ട താപധാരിത, ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാരണം അതിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാഹനങ്ങളിലെ റേഡിയേറ്ററുകളിൽ കൂളൻ്റായി ഉപയോഗിക്കുന്നു. ഈ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ടറിന് കുറേ ഹീറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ചൂടാകുമ്പോൾ എത്ര ചൂടായാലും ഒരു പരിധി വരെ ആ ഹീറ്റിനെല്ലാം വാട്ടർ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന കഴിവുണ്ട്. അതുകൊണ്ടാണ് അതിനെ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ വാട്ടറിൻ്റെ ഏത് പ്രത്യേകതയാണ്? ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൊണ്ടാണ് അതിനെ കൂളൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വാട്ടറിന് അങ്ങനെ ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ടെന്ന്. ഈ ബിഹേവിയർ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ഹോബ്സ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ഹോബ്സ് ഉപകരണം എന്ന് പറയുന്നത്. ഈ ഹോബ്സ് ഉപകരണത്തിൽ ഫ്രീസിങ് മിശ്രിതമായി ഉപയോഗിക്കുന്നത് ഐസും സാധാരണ ഉപ്പുമാണ്. ഐസ് ആൻഡ് കോമൺ സോൾട്ട്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇവയിലേതാണ് പ്രകൃതിദത്ത പോളിമർ? പോളിത്തീൻ, സെല്ലുലോസ്, നൈലോൺ, ബേക്കലൈറ്റ്. പ്രകൃതിദത്ത നാച്ചുറൽ ആയിട്ടുള്ള പോളിമർ എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. സെല്ലുലോസ് സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇത് പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന ഒരു പ്രകൃതിദത്ത കാർബോഹൈഡ്രേറ്റ് പോളിമറാണ്. കാരണം എന്താണ്? പ്ലാന്റ്സിൽ കാണും. പ്ലാന്റ്സിൻ്റെയൊക്കെ സെൽ വോളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മൾ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പോളിമേഴ്സാണ്. പോളിത്തീൻ പ്ലാസ്റ്റിക് ബാഗുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിന്തറ്റിക് പോളിമറാണ്. നൈലോൺ മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച പൂർണ്ണമായിട്ടുള്ള കൃത്രിമ നാരാണ്. ബേക്കലൈറ്റ് എന്താണ്? സ്വിച്ചുകൾ, പ്രഷർ കുക്കർ ഹാൻഡിലുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ കൃത്രിമമായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. ഇതൊക്കെ മാൻ മെയ്ഡ് അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള പോളിമേഴ്സാണ്. നാച്ചുറൽ ആയിട്ടുള്ളത് സെല്ലുലോസ് മാത്രമാണ്. പോളിമേഴ്സ് മോണോമറുകൾ എന്നറിയപ്പെടുന്ന ചെറിയ തന്മാത്രകൾ പരസ്പരം രാസപരമായി കെമിക്കലി സംയോജിച്ചുണ്ടാകുന്ന വലിയ തന്മാത്രകളെയാണ് പോളിമറുകൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രക്രിയയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ മോണോമേഴ്സ് കെമിക്കലി ജോയിൻ ചെയ്ത് എന്തുണ്ടാകുന്നു? പോളിമേഴ്സ് ഉണ്ടാകുന്നു. അതാണ് ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പോളിമേഴ്സിനെ 3ആയി തിരിക്കാം. ഒന്ന്, പ്രകൃതിദത്ത പോളിമറുകൾ അല്ലെങ്കിൽ നാച്ചുറൽ പോളിമേഴ്സ്. ചോദ്യത്തിലും അതായിരുന്നല്ലോ ചോദിച്ചിരുന്നത്. പ്രകൃതിയിൽ നിന്ന് സസ്യങ്ങളിലും ജീവികളിലുമൊക്കെ സ്വാഭാവികമായി വളരെ നാച്ചുറലി കാണപ്പെടുന്നവയാണ് പ്രകൃതിദത്ത പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സെല്ലുലോസ് ആൻഡ് അന്നജം, സ്റ്റാർച്ച്. അപ്പോൾ ഗ്ലൂക്കോസ് മോണോമറുകൾ അടങ്ങിയ പോളിമേഴ്സാണ് സെല്ലുലോസും സ്റ്റാർച്ചും എന്ന് പറയുന്നത്. പ്രോട്ടീനുകൾ, അമിനോ ആസിഡുകൾ അടങ്ങിയ പോളിമറാണ് പ്രോട്ടീനുകൾ. ഇതും നമ്മളുടെ ശരീരത്തിൽ നാച്ചുറലായി കാണുന്നതാണ്. പ്രകൃതിദത്ത റബ്ബർ, ഇതിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഐസോപ്രീൻ്റെ കാര്യം. അതായത് പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമറിൻ്റെ പേരെന്താണെന്നുള്ളത്. മറ്റുദാഹരണങ്ങൾ പട്ട്, സിൽക്ക്, കമ്പിളി, വൂൾ, DNA, RNA ഇതൊക്കെ എന്താണ്? ഇതുപോലെയുള്ള പോളിമേഴ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. നാച്ചുറൽ പോളിമേഴ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. സിന്തറ്റിക് പോളിമേഴ്സ് വ്യവസായശാലകളിൽ മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന പോളിമേഴ്സാണ് സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പ്ലാസ്റ്റിക്കുകൾ, പോളിത്തീൻ, PVC, പോളിവിനൈൽ ക്ലോറൈഡ്, വിനൈൽ ക്ലോറൈഡാണ് അതിൻ്റെ മോണോമർ, ടെഫ്ലോൺ, ബേക്കലൈറ്റ് ഇതൊക്കെ എന്താണ്? സിന്തറ്റിക് പോളിമേഴ്സാണ്. അതുപോലെ തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഫൈബേഴ്സ്, നാരുകളുമുണ്ട്. ഈ നാരുകൾ ഏതൊക്കെയാണ്? നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക് എന്നിവയൊക്കെ എന്താണ്? ഇതുപോലുള്ള സിന്തറ്റിക് പോളിമേഴ്സിൻ്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ്, കൃത്രിമ പോളിമറുകൾ, സെമി സിന്തറ്റിക് പോളിമേഴ്സ്.
പ്രകൃതിദത്ത പോളിമറുകളിൽ നേരിയ രാസമാറ്റങ്ങൾ വരുത്തി നിർമ്മിക്കുന്നവയാണ് ഇവയൊക്കെ. അതായത് നാച്ചുറലി ഉള്ള പോളിമേഴ്സിൽ ചെറിയ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കുന്ന സെമി സിന്തറ്റിക് ആയിട്ടുള്ള പോളിമേഴ്സ്. റയോൺ, വിസ്കസ്, ഇപ്പോൾ വിസ്കസ് റയോൺ ഇല്ലേ, സെല്ലുലോസ് നൈട്രേറ്റ് എന്നിവയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി മുമ്പ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാര് അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. നൈലോൺ 66 ആണ് മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ നാര് എന്ന് പറയുന്നത്. ഇനിയും പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ഈസ് ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. കൃത്രിമ പട്ടുനൂൽ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നറിയപ്പെടുന്നത് എന്താണ്? റയോൺ, സെല്ലോസിൽ നിന്ന് നിർമ്മിക്കുന്നതാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കോട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പോളിമറാണ് ടെഫ്ലോൺ എന്താണ്? പോളി ടെട്രാഫ്ലൂറോ ഇതിലിനാണ്. PTFE ആണ് ടെഫ്ലോൺ എന്ന് പറയുന്നത്. അതും ഒരു പോളിമറാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ കോട്ടിങ്ങിനായിട്ട്. കമ്പ്യൂട്ടർ ബോർഡുകൾ, പ്ലഗുകൾ, സ്വിച്ചുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. പിന്നീട് ചോദിച്ചൊരു പ്രധാന ചോദ്യമാണ് പ്രകൃതിദത്തമായ റബ്ബറിനെ സൾഫർ ചേർത്ത് ചൂടാക്കി അതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? ഓക്കെ, നാച്ചുറൽ റബ്ബറിൽ സൾഫർ ചേർത്ത് ചൂടാക്കിയിട്ട് അതിൻ്റെ ഗുണമേന്മ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് വൾക്കനൈസേഷൻ കണ്ടെത്തിയത് ചാൾസ് ഗുഡിയർ ആണ്. ഇതിലെന്താ ചെയ്യുന്നത്? നാച്ചുറൽ റബ്ബറിൻ്റെ കൂടെ സൾഫറിനെ ചേർത്തിട്ട് ചൂടാക്കും. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ പോളിമേഴ്സിൻ്റെയും അതുപോലെ തന്നെ സിന്തറ്റിക് പോളിമേഴ്സിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ ഫിഗറിൽ, അല്ലെങ്കിൽ അതിൻ്റെ യൂസസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ്. 1. ഉൽപ്പതനം, ദ്രവീകരണം, ബാഷ്പീകരണം ഇവയൊന്നുമല്ല. ഖരവസ്തുക്കൾ അല്ലെങ്കിൽ സോളിഡായിട്ടുള്ള വസ്തുക്കളെ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് ഗ്യാസായിട്ട് മാറുന്നതിനെ ഉത്പതനം എന്ന് പറയും, അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, ആ പ്രക്രിയയുടെ പേരെന്താണ്? ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്താണ്? സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡായിട്ടുള്ള ഒരു ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ അത് ദ്രാവകമാകാതെ, സാധാരണ നമ്മൾ സോളിഡിനെ ചൂടാക്കുമ്പോൾ എന്താവും? ലിക്വിഡാവും, പിന്നെ അത് ഗ്യാസ് ആവും. അതിന് പകരം നേരിട്ട് എന്ത് ചെയ്യുന്നു? ഗ്യാസ് ആവുന്നു. ഇടയ്ക്ക് അത് ലിക്വിഡ് ആവാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രതിഭാസമാണ് ഉത്പതനം എന്ന് പറയുന്നത്. ഈ വാതകത്തെ തണുപ്പിക്കുമ്പോൾ അത് വീണ്ടും നേരിട്ട് എന്തായി മാറും? ഖരമായി അല്ലെങ്കിൽ സോളിഡായി മാറുകയും ചെയ്യും. അപ്പോൾ സോളിഡ് ചൂടാക്കുമ്പോൾ നേരിട്ട് ഗ്യാസായി മാറുന്നതിനെയാണ് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. മറ്റ് ഓപ്ഷനുകൾ നോക്കിയാലോ? ദ്രവീകരണം അല്ലെങ്കിൽ മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഖരവസ്തു ചൂടേറ്റ് ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ദ്രവീകരണം അല്ലെങ്കിൽ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐസ് എന്തായിട്ട് മാറുന്നു? ഉരുകി വെള്ളമായി മാറുന്നു. ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദ്രാവകം അതിൻ്റെ തിളനിലയ്ക്ക് താഴെയുള്ള ഏത് താപനിലയിലും വാതകമായി മാറുന്ന പ്രക്രിയ. നമ്മളിപ്പോൾ വെള്ളം തന്നെ 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറുന്നു. അതായത് ലിക്വിഡ് എന്ത് ചെയ്യുന്നു? ഗ്യാസായിട്ട് മാറുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ലിക്വിഡ്, ഗ്യാസ്, സോളിഡ് സ്റ്റേറ്റുകളിൽ ഒന്നിൽ നിന്ന് മറ്റേതിലോട്ട് മാറുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാറുന്നത്? താപനിലയിലോ മർദ്ദത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം പദാർത്ഥങ്ങൾ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഏതൊക്കെ രീതിയിൽ അതിനെ ഏതൊക്കെ പേര് വിളിക്കും എന്നുള്ളത് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണവും കൂടെ നോക്കാം. 1, നമ്മൾ പറഞ്ഞ ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. എന്താണ് സംഭവിക്കുന്നത്? സോളിഡ് ഗ്യാസായിട്ട് മാറുന്നു, ഖരം വാതകമായിട്ട് മാറുന്നു. കർപ്പൂരം കത്തുന്നത്, കർപ്പൂരം നേരെ എന്ത് ചെയ്യാണ്? സോളിഡായിരുന്ന ക്യാംഫർ അല്ലെങ്കിൽ കർപ്പൂരം കത്തിയിട്ട് എന്തായിട്ട് പോവുകയാണ് ചെയ്യുന്നത്? ആവിയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് സബ്ലിമേഷൻ്റെ ഉദാഹരണമാണ്. ദ്രവീകരണം, മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂഷൻ എന്താണ്? ഖരം ദ്രാവകമായിട്ട് മാറുന്നു, ഖരം സോളിഡ് എന്ത് ചെയ്യുന്നു? ലിക്വിഡായിട്ട് മാറുന്നു. വെണ്ണ ഉരുകുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ബാഷ്പീകരണം അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ത് പറ്റുന്നു? ലിക്വിഡ് ഗ്യാസായിട്ട് മാറുന്നു. വെള്ളം ആവിയാകുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഘനീഭവിക്കൽ അല്ലെങ്കിൽ കണ്ടൻസേഷൻ, വാതകം എന്തായി മാറുന്നു? ദ്രാവകമായി മാറുന്നു. മേഘം മഴയാകുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്, കണ്ടൻസ് ചെയ്തിട്ട്.
ഉറയൽ അല്ലെങ്കിൽ ഫ്രീസിങ് അല്ലെങ്കിൽ സോൾഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രാവകം ഖരമായിട്ട് മാറുന്നു. അതായത് ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? സോളിഡായിട്ട് മാറുന്നു. ഉദാഹരണം എന്താണ്? വെള്ളം ഐസാകുന്നത് ഒരു ഉദാഹരണമാണ്. നിക്ഷേപണം അല്ലെങ്കിൽ ഡിപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു തരം എന്താണ്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? വാതകം ഖരമായിട്ട് മാറുന്നു. ഗ്യാസ് എന്തായിട്ട് മാറുന്നു? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് എന്തായിട്ട് മാറുന്നു? സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. അപ്പോൾ അതിൻ്റെ ഉദാഹരണം എന്താണ്? മഞ്ഞ് വീഴുന്നത് ഒരു ഉദാഹരണമാണ്. ഡിപ്പോസിഷനാണ് ആ പ്രോസസ്സിൻ്റെ പേരെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത്. തുണികൾക്കിടയിലും മറ്റു പ്രാണികളെ അകറ്റാൻ വേണ്ടി പ്രാണിനാശിനിയായി വയ്ക്കുന്ന നാഫ്തലിൻ ഗുളികകൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷമാവാൻ കാരണം എന്താണ്? അവിടെ നടക്കുന്നത് ഉത്പതനമാണ്. അതായത് സോളിഡ് ആയിട്ടുള്ള നാഫ്തലിൻ ഗുളികകൾ എന്തായിട്ട് മാറും? വിവാപ്രേറ്റ് ചെയ്ത് ഗ്യാസായിട്ട് മാറും. അതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് കാണാൻ പറ്റാത്തത്. ഓക്കെ, നാഫ്തലിൻ ഗുളികകളിൽ നടക്കുന്നത് എന്താണ്? സബ്ലിമേഷൻ എന്ന പ്രോസസ്സാണ് നടക്കുന്നത്. ചൂടാകുമ്പോൾ കരിപുരണ്ട് കറുത്ത നിറമാകാതെ നീല കലർന്ന പുകയായി മാറി നേരിട്ട് വാതകമാകുന്ന മൂലകം ഏതാണ്? അയോഡിൻ. അയോഡിൻ എന്താകുന്നു? കരിപുരണ്ട് കറുത്ത നിറമാകാതെ നീല കലർന്ന പുകയായി മാറി നേരിട്ടങ്ങ് വാതകമായിട്ട് മാറും. അത് ഏത് മൂലകമാണത്? അയോഡിനാണ്. ജലാശയങ്ങളിൽ നിന്നുള്ള ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ ഏതാണ്? ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ എന്നാണ് അതിന് പറയുന്ന പേര്. LPG സിലിണ്ടറുകളിൽ ഉയർന്ന മർദ്ദത്തിൽ വാതകത്തെ ദ്രാവകമാക്കി മാറ്റുന്ന പ്രക്രിയ ഏതാണ്? നമുക്കറിയാം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ്. പക്ഷേ നമുക്ക് വീട്ടിൽ നമുക്കിങ്ങനെ കുലുക്കി നോക്കുമ്പോൾ സൗണ്ട് കേൾക്കാം. അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് നമ്മളുടെ ഈ സിലിണ്ടറുകളിലുള്ളത്. അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ കൊടുത്ത് അതിനെ എന്താക്കി മാറ്റി വെച്ചേക്കാണ്? ലിക്വിഡാക്കി മാറ്റി വെച്ചേക്കാണ്. ആ ഒരു പ്രക്രിയയാണ് ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ്രവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത് സപ്ലിമേഷൻ എന്താണെന്നാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. സോളിഡ് ആയിരുന്ന ക്രിസ്റ്റൽ ആയിരുന്ന അയോഡിൻ എന്തായിട്ട് മാറുന്നു? സബ്ലൈം ചെയ്തിട്ട് വയലറ്റ് വേപ്പർ അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇരുണ്ട് കറുത്ത നിറമാകാതെ നീല നിറത്തിലുള്ള വേപ്പറായി മാറുന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് എന്ന് പറയുന്നത്. അയോഡിനാണ് സബ്ലിമേഷൻ്റെ പ്രോസസ്സിൻ്റെ ഒരു ഉദാഹരണമാണിത് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സബ്ലിമേഷനിലൂടെ ഗ്യാസായിട്ട് മാറിയ അതേ സബ്സ്റ്റൻസ് തിരിച്ചെന്തായിട്ട് മാറുന്നു? സോളിഡായിട്ട് മാറുന്നതിനെ ഡീസബ്ലിമേഷൻ എന്നും പറയും. നമ്മൾ സ്റ്റേജ് 1 ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് 2 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും.